ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്തെടുക്കാൻ പോണതേ നല്ലൊരു ഹാർട്ട് ഷേപ്പിലുള്ള നല്ല ഭംഗിയുള്ള ഒരു കുഷ്യനാണ് കേട്ടോ ചെയ്തെടുക്കണത്. അപ്പം നല്ല റെഡ് തുണിയൊക്കെ കയ്യിലിരിക്കുന്നുണ്ടെങ്കിലേ എടുത്തിട്ട് വേഗം പോരെ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ സാരിയുടെ ഒരു പീസാണ് കേട്ടോ, അത് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പോൾ കോട്ടണിൽ പെട്ടിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ അത്. അപ്പോൾ ഇത് ചെയ്തെടുക്കുമ്പോൾ നല്ല എളുപ്പമുണ്ട് കേട്ടോ. ഇത് കട്ട് ചെയ്യാനൊക്കെ ആയാലും ഈ ഒരു തുണിയായ കാരണം നമ്മൾ ഇതേപോലെ ഒരു സ്ക്വയർ ഷേപ്പിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം വലിപ്പം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതിൻ്റെ തുണിയിലും എടുക്കുന്ന അളവ് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ അളവ് പറയുന്നില്ല. അപ്പം ഞാൻ ഇത്തിരി വലിപ്പത്തിൽ ആണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അത് കാരണം ഇതേപോലെ ഒരു വലിയ കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുഭാഗത്ത് കേട്ടോ കറക്റ്റ് ആ ഒരു കോണോട് കോണായിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് ഏകദേശം ഒന്ന് വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒന്ന് നടുക്കിൽ ഇങ്ങനെ വരച്ച് വെച്ചിട്ടുള്ളത്. ഇനി നമ്മളത് ഇതേപോലെ ചോക്ക് വെച്ചിട്ടൊന്ന് താഴ്വശത്തേക്ക് ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കേ ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്റർ ഭാഗം അങ്ങനെ തന്നെ നടുമടക്കിൽ മടക്കി വെച്ചിട്ട് ഒരു സൈഡിൽ വരച്ചിട്ടുള്ള കാരണം അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ നിർത്തി വെച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് വരച്ചെടുക്കുകയാണ് കേട്ടോ. ചെരിഞ്ഞ് പോവാതെ നല്ല ഷേപ്പിൽ തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കാർഡ്ബോർഡിലോ എന്തെങ്കിലും കട്ടിയുള്ള പേപ്പറിലൊക്കെ ഇതേപോലെ ഷേപ്പ് വരച്ചെടുക്കുക. അത് നമ്മുടെ ഈ ഒരു തുണിയുടെ മേൽഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനിവിടെ ഇങ്ങനെ വരച്ചെടുത്തതിനെ ഒന്നും കൂടി ഒന്ന് ചോക്ക് വെച്ചിട്ട് ആ ഒരു ഷേപ്പ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് നമ്മൾ ഏകദേശം ആ ഒരു ഷേപ്പിൽ എത്തിച്ചിട്ടുണ്ട്. ഇതേപോലെ ഇനി ഈ ഒരു ഭാഗം കൂടി ഒന്ന് ഷേപ്പ് കറക്റ്റാക്കി എടുക്കുകയാണേ. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്തെ എന്തെങ്കിലും പിന്നൊക്കെ ഒന്ന് കുത്തിയെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നീങ്ങിപ്പോയില്ല കേട്ടോ തുണി. ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗത്തൊക്കെ ഒന്ന് പിന്ന് കുത്തി കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഞാനിപ്പോൾ കുത്തി വെച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഞാൻ ഇതേപോലെ ഒരു സൂചിയാണ് കുത്തി വെക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ആ ഒരു വരച്ച ഭാഗത്തുകൂടെ ഒന്ന് നല്ല ഭംഗിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഷേപ്പ് ചെയ്ത ഭാഗത്തുകൂടെ മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ആ ഒരു ചീത്ത തുണീനെ മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യാൻ അറിയുന്നവരാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ തയ്ച്ചെടുക്കണ ഈ ഒരു കുഷ്യന് നല്ല ഭംഗി കിട്ടാനായിട്ട് ഞാനിതുപോലെ ബാക്കി വന്നിട്ടുള്ള ഒരു പാവാടയുടെ തുണിയാണ് കേട്ടോ. അതിൽ നിന്ന് ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്നിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ചെറിയ സ്ക്വയർ പീസുകൾ നമ്മളത് ഇതേപോലെ കട്ട് ചെയ്ത് കുറച്ചധികം എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിൻ്റെ സൈഡിൽ മുഴുവനായിട്ട് തയ്ച്ച് പിടിപ്പിക്കാനാണ്. തുണിയുടെ സൈഡ് ഭാഗത്തെ നമുക്ക് ഈ ഒരു വെള്ള കളറിൽ വെട്ടിയെടുത്തിട്ടുള്ള തുണി പീസ് ഉണ്ടല്ലോ, ഇതേപോലെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു ഇലയുടെ പോലെയൊക്കെയുള്ള ഒരു ഷേപ്പാക്കിയിട്ടാണ് കേട്ടോ ഞാൻ വെച്ച് തയ്ക്കുന്നത്. അപ്പോൾ ഇത് തയ്ക്കുമ്പോഴേ ഇതേപോലെ നല്ല ഭാഗം ഉള്ളിലേക്കും അതിൻ്റെ ബാക്കി നിൽക്കുന്ന ഭാഗം പുറം ഭാഗത്തേക്ക് വേണം കേട്ടോ വെച്ചിട്ട് തയ്ച്ചെടുക്കാനായിട്ട്. അങ്ങനെയാണ് നമ്മൾ മുഴുവനും വെച്ച് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു പീസ് വെച്ച് തയ്ക്കുമ്പോൾ അത് ഉള്ളിലേക്ക് ചീത്ത ഭാഗങ്ങളൊക്കെ ഉള്ളിലേക്ക് മറിച്ചിടുമ്പോൾ പോകും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇതേ രീതിക്ക് വെച്ച് തയ്ക്കുന്നത്. ഇത് നമുക്ക് ഇതേ മോഡലല്ല കേട്ടോ. നിങ്ങൾക്ക് ഇനി വേറെ ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഞെറിയോ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഇതേപോലെ വെച്ചിട്ടാണ് കേട്ടോ തയ്ക്കുന്നത്. അപ്പോൾ നല്ല എളുപ്പമാണ്. ഇതുപോലെ 2 വട്ടം ആ ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത തുണീനെ മടക്കുക, ഒന്നിങ്ങനെ ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ നമുക്ക് വേഗം വേഗം തയ്ക്കാൻ പറ്റും കേട്ടോ. ഒരു സൈഡ് നമ്മൾ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ഭാഗവും തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കേട്ടോ മുഴുവൻ ഭാഗത്തും ഇതേപോലെ തയ്ച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മേൽഭാഗത്ത് വേറൊരു പീസ് തുണി വെച്ചിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനാണ് പോണത് കേട്ടോ. അപ്പോൾ അത് വെച്ച് തയ്ക്കുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഈ വെച്ച് തയ്ച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ ഒരു തയ്പ്പ് പോയിട്ടുള്ള ആ ഒരു ഭാഗത്തു കൂടെ തന്നെ വേണേ തയ്ക്കാനായിട്ട്. അപ്പോൾ ഇതേ രീതിക്ക് ഒപ്പം വയ്ക്കാം കേട്ടോ കറക്റ്റ്.
നമ്മൾ കാണിച്ചു തരുന്ന പോലെ ഇതേപോലെ അതിൻ്റെ സൈഡ് ഭാഗത്തോടെ വേണം കേട്ടോ തയ്ക്കാനായിട്ട്. പിന്നെ ഇത് തയ്ക്കുമ്പോഴേ കുറച്ച് ഭാഗം നമ്മളൊരു ചെറിയ ഗ്യാപ്പ് വിടണം കേട്ടോ. അത് നമുക്കതിൻ്റെ ഇഷ്ടമുള്ള ഭാഗത്ത് എവിടെ വേണമെങ്കിലും ചെറിയൊരു ഗ്യാപ്പ് കൊടുക്കാം. നമുക്കിത് മറച്ചിടാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ നമുക്കിത് ഇതിൻ്റെ മേൽഭാഗത്ത് നിന്നിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഏറ്റവും ആ ഒരു മേൽഭാഗം ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് തയ്പ്പ് തുടങ്ങണത്. ആദ്യത്തെ ഒരു തവണ തയ്ക്കുമ്പോൾ നമുക്ക് വലിയ കാണിയിട്ടിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം മുഴുവനായിട്ട് ഒരു വട്ടം തയ്ച്ചെടുക്കാം. ഇത് ആദ്യം കറക്റ്റായി കിട്ടിയെങ്കിൽ തന്നെ നമുക്ക് രണ്ടാമത് ചെറിയ കാണിയിട്ട് തയ്ച്ചാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ആദ്യത്തെ വട്ടം തന്നെ ചെറിയ കാണിയിട്ട് തയ്ച്ചിട്ടേ ചിലപ്പോൾ ശരിയാവാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അത് അഴിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേപോലെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെറിയതായിട്ടൊന്ന് ഗ്യാപ്പ് വിട്ടിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. നമ്മളെന്ത് ഇതേപോലെ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കുത്തി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സൂചി ഊരി എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ മറച്ചിടാം. മറച്ചിട്ടിട്ട് ഒന്ന് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു തുമ്പുവശമൊക്കെ ഒന്ന് ലെവൽ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഏറ്റവും ആ താഴ്ഭാഗത്ത് നിൽക്കുന്ന ആ ഒരു തുണീനെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി നമുക്കിതിനെ മറച്ചിട്ടിട്ട് നോക്കാം കേട്ടോ. നമ്മുടെ കുഷ്യൻ തയ്ച്ചത് ഇതേ മറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ തയ്ച്ചിട്ടുള്ള ഒരു ചീത്ത ഭാഗങ്ങളൊക്കെ അതേ ഉൾഭാഗത്തേക്ക് പോയിട്ടോ. അപ്പോൾ നമ്മൾ സൈഡ് ഭാഗത്ത് ആ ഒരു വെള്ള തുണി വെച്ചത് നോക്കിയേ കറക്റ്റ് നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇതേപോലെ പഞ്ഞി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പഞ്ഞിയാണ് നിറച്ചെടുക്കുന്നത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ആയിട്ടുള്ള തുണി പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് മുഴുവനായിട്ട് നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള ആ ഒരു പഞ്ഞീനെ ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന തരത്തിൽ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ടേ നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്താൽ മതി കേട്ടോ, കറക്റ്റ് ആ ഒരു ഷേപ്പാക്കി കിട്ടാനായിട്ട്. ഇതേപോലെ പഞ്ഞി എടുക്കുകയാണെന്നുണ്ടെങ്കിലേ നമ്മുടെ ഈ ഒരു കുഷ്യൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. തുണിയാണെന്നുണ്ടെങ്കിലും നല്ല രീതിക്ക് തന്നെ കിട്ടും, ഇത്രയ്ക്ക് അങ്ങോട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ പഞ്ഞി നിറച്ചെടുത്ത് കഴിഞ്ഞാലേ നമ്മൾ ചെറിയൊരു ഗ്യാപ്പ് വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു ഭാഗം ഉള്ളിലേക്ക് ഇങ്ങനെ മടക്കി വെച്ചിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ മറച്ചിട്ട് തയ്ച്ചതാണെന്നൊന്നും അറിയില്ല കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ ആ ഒരു ഭാഗം നല്ല വൃത്തിയായിട്ട് തന്നെ തയ്ച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള കുഷ്യൻ നമ്മൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത്. ചെറിയ സാരി തലപ്പൊക്കെ ഉണ്ടെങ്കിലേ ഇതേപോലെ നമ്മുടെ ഹാർട്ട് ഷേപ്പിലുള്ള കുഷ്യനൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാം കേട്ടോ. നല്ല റെഡും അതിൻ്റെ കൂടെ ഈ ഒരു വെള്ളയും കൂടി വന്ന കാരണം നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുത്താലേ നമുക്ക് ചെറുതായിട്ട് ഗിഫ്റ്റൊക്കെ കൊടുക്കാനൊക്കെ ആയാലും നമുക്കിതുപോലെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെയുള്ള ഹാർട്ട് ഷേപ്പിലുള്ള കുഷ്യനൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നമ്മുടെ വാലൻറ്റൈൻസ് ഡേക്കൊക്കെ നമുക്ക് ഗിഫ്റ്റായിട്ട് സമ്മാനിക്കാൻ പറ്റിയ ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പം അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നന്നായിട്ട് കട്ട് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പം അതിനനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു കുഷ്യൻ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രത്തോളം ഉള്ളൂ കേട്ടോ. നല്ല എളുപ്പമായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി നമ്മൾ വീണ്ടും വരുന്നതാണ്.